നമസ്കാരം. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് NIA കോടതികളിൽ സമർപ്പിച്ച പല വിവരങ്ങളും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 950 മുകളിൽ ആളുകളെ കൊലപ്പെടുത്താനായിട്ട് PFIയുടെ ഒരു ടീം തയ്യാറായി നിൽക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കേരളത്തിൽ PFIയുടെ നിരോധനത്തിന് ശേഷവും ഏത് നിമിഷവും കേരളത്തിലെ പല സംഘടനാ പ്രവർത്തകരും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിരോധനത്തിന് ശേഷവും അവരുടെ രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള SDP വളരെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട MP ആയിട്ടുള്ള ആൻ്റോ ആൻ്റണിക്ക് മധുരം നൽകിക്കൊണ്ട് അവരുടെ സ്ഥാപക ദിനമെല്ലാം ആഘോഷിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഏത് സമയത്തും കേരളത്തിൽ ഒരു കൊലപാതകം നടത്താനുള്ള സംവിധാനം ഇപ്പോഴും ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട സംഘടനക്കും SDP-ക്കും ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനി അത് നടക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ? നടക്കില്ലെന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല പൂർണ്ണമായിട്ടും. അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര ഒരു ധൈര്യത്തിലേക്ക് അവർ ഇറങ്ങിപ്പോകില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. നടക്കില്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാരി പൂട്ടലാണല്ലോ പൂട്ടിയത്. 2022 സെപ്റ്റംബർ 22 തീയതികളിലായിട്ട് കേന്ദ്രത്തിൻ്റെ NIAയുടെ പുലിക്കുട്ടികൾ അജിത് ഡോവലിൻ്റെ ടീം ഒരു രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് നിമിഷ നേരം കൊണ്ടാണ് ഇവന്മാരെ മൊത്തം പൊക്കിയെടുത്ത് എയർഫോഴ്സിൻ്റെ വലിയൊരു വിമാനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇവരെ വീടുകളിൽ നിന്ന് രാവിലെ വീട്ടിൽ വന്ന് മുട്ടി വിളിക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള ഇക്കാക്ക നിസ്കരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് പലരും വാല് തുറന്ന സമയത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ മറ്റേ ചെറിയ കാക്ക വിചാരിച്ച് ഞങ്ങൾ പോയാലെന്താ, ഓനുണ്ടല്ലോ ഓനിവിടെ വിപ്ലവം ഉണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെറിയ കാക്ക അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് ഇവരുടെ കണ്ണിൽ കെട്ടഴിക്കുന്ന സമയത്താണ് അളിയന്മാരും ഇക്കാക്കമാരും പെങ്ങളുടെ മോനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, കലാപം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയ എല്ലാ അണ്ണന്മാരും ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വലിയൊരു പ്രശ്നം ഉണ്ടാകാതെ നമ്മുടെ രാജ്യം കടന്നുപോയത്. അത് വളരെ സമർത്ഥവും ബുദ്ധിപൂർവമായിട്ടുള്ള ഇടപെടൽ തന്നെയായിരുന്നു. ആ ഒരു ഇടപെടൽ അന്ന് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് 950 സത്യമാണെന്ന് വിമലാൽ വിചാരിക്കുന്നുണ്ടോ? 950 അതിന് മുകളിൽ, അതൊക്കെ മുകളിൽ തന്നെയുണ്ട് ആ ഒരു ഹിറ്റ് ലിസ്റ്റ്. ഒരാളുടെ അടുത്ത് 300 പേരുടെ പേര് പിടിക്കുന്നു, ഇവരുടെ അടുത്ത് ഇവരുടെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത് ഇവർക്കൊരു റിപ്പോർട്ടിംഗ് ടീമുണ്ട്. ഈ റിപ്പോർട്ടിംഗ് ടീമാണ് ഈ RSSൻ്റെ ശാരീരിക പ്രമുഖ, താലൂക്കിൻ്റെ ശാരീരിക പ്രമുഖ അല്ലെങ്കിൽ ജില്ലയുടെ ശാരീരിക പ്രമുഖ, അയാളുടെ വീട് എവിടെയാണ്, വീട്ടിലേക്കുള്ള വഴി എങ്ങനെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇയാൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇയാളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു, ഭാര്യ വീട് എവിടെയാണ്, അയാൾ ഏത് സമയത്ത് എവിടെയൊക്കെ പോകുന്നത് ഏത് വാഹനത്തിലാണ്, ആ വാഹനത്തിൻ്റെ നമ്പർ എന്താണ്, മക്കൾ എവിടെ പഠിക്കുന്നു, അങ്ങനെ തുടങ്ങിയുള്ള വിവരശേഖരണം മൊത്തം നടത്തിയിട്ട് കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ റിപ്പോർട്ടിംഗ് ടീമാണ്. ഈ റിപ്പോർട്ടിംഗ് ടീം കഴിഞ്ഞിട്ട് അവരുടെ ഒരു സർവീസ് ടീമുണ്ട്. ഈ സർവീസ് ടീമും പിന്നെ ഒരു ഹിറ്റിംഗ് ടീമും ഉണ്ട്. ഈ സർവീസ് ടീമാണ് ഇതിനകത്ത് കൊല്ലുന്നവരുടെ ലിസ്റ്റിൻ്റെ അകത്ത് പ്രയോറിറ്റി തയ്യാറാക്കുന്നത്. ഈ സർവീസ് ടീമിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതിൽ ഏറ്റവും മികച്ച ആൾക്കാരെ തിരഞ്ഞെടുത്താണ് ഹിറ്റിംഗ് ടീം ഉണ്ടാക്കുന്നത്. ഈ ഹിറ്റിംഗ് ടീമാണ് ഈ ആയുധ പരിശീലനം മാത്രമാണ് അവരുടെ തലയിലേക്ക് കുത്തിവെക്കുന്നത്. അതായത് നമ്മുടെ ഈ ആലുവയിലുള്ള ഗ്രീൻ വാലി പോലെയുള്ള പ്രദേശത്ത് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് വേറെ ഒരു സാധനമില്ല. ഇവിടെ ജിഹാദ് ഇവിടെ പൂർത്തിയാകണമെങ്കിൽ ഇവിടെ ഒരു മുസ്ലിം രാഷ്ട്രം വരണം. 2047 ആകുമ്പോഴത്തേക്കും അതിനുവേണ്ടി നമ്മൾ സൈന്യത്തിൽ കയറിപ്പറ്റണം, പോലീസിൽ കയറിപ്പറ്റണം, ജുഡീഷ്യൽ കയറിപ്പറ്റണം, അഭിഭാഷകർക്കിടയിൽ കയറിപ്പറ്റണം, ജഡ്ജിമാർക്കിടയിൽ കയറിപ്പറ്റണം, രാഷ്ട്രീയക്കാർക്കിടയിൽ കയറിപ്പറ്റണം. മാത്രമല്ല നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുക, തീർക്കുക എന്ന നിലയിൽ തന്നെ പോകണം എന്ന തരത്തിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 2047 വേണ്ടിയിട്ടുള്ള മിഷൻ്റെ ഭാഗമായിട്ട് 2000ങ്ങളിൽ തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 2005 അശ്വിനി കുമാറിനെ കൊല്ലപ്പെടുത്തുന്ന സമയത്തൊക്കെ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനി കുമാർ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 2005 കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പുന്നാട് വെച്ച് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് NDF തീവ്രവാദികൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ഈ അശ്വിനി കുമാറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുകയും കീഴൂർ എന്ന് പറയുന്ന ഇരിട്ടിക്കടുത്തുള്ള പ്രകൃതി വിദ്യാനികതയിലെ അധ്യാപകനായിരുന്ന അശ്വിനി കുമാറിനെ ആ പ്രദേശത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് വണ്ടിക്ക് മുന്നിൽ ബോംബ് എറിഞ്ഞുകൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വണ്ടിക്കുള്ളിലുണ്ടായിരുന്ന അശ്വിനി കുമാറിൻ്റെ കൈക്കും തലയ്ക്കും വെട്ടി കൊലപ്പെടുത്തുകയാണ് ഇത് വണ്ടിക്കുള്ളിലിട്ട്.
അങ്ങനെയായിരുന്നു 2005 അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു നറേറ്റീവ് ആളുകളെ അവരുടെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക മുദ്രാവാക്യം തന്നെ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുകയും അതിലൂടെ ആയിരങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. ആ യഥാർത്ഥത്തിൽ ലഷ്കർ-ഇ തോയ്ബയും അതേപോലെ തന്നെ ഈ വലിയ വലിയ ഭീകരവാദ സംഘടനകൾ അവരുടെ എല്ലാം താലിബാൻ്റെയൊക്കെ വലിയ ഭീകരവാദ സംഘടനകൾ ഉപയോഗിച്ചിരുന്ന ഒരു മോട്ടോ തന്നെയായിരുന്നു ഇത്. ഒരാളെ കൊല്ലുകയും അതിലൂടെ ആയിരങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെയുള്ള രീതി തന്നെയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും ഹിന്ദു നേതാക്കളെ തന്നെ അവരെ കണ്ടെത്തിയിരിക്കുകയാണ്, ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പേരിനകത്ത് പ്രഥമ സ്ഥാനം വഹിക്കുന്നതിനകത്ത് ഒരാൾ, എല്ലാവരുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് NIA-യോട് നമുക്ക് പരിചയമുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ ക്ലാസിഫൈഡ് കോപ്പിയാണ് ഈ സാധനം, ഇതിനകത്ത് ഡാറ്റ ഒരിക്കലും പുറത്തു വിടാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പേരുകൾ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും അല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പ്രശ്നമാവും. മാത്രമല്ല ഇപ്പോൾ ഈ പേര് വന്നിട്ടുള്ള ആളുകളും ഇതിൽ കൂടുതൽ പേരുകൾ ഇവരുടെ കയ്യിലുണ്ട് താനും. അവരെല്ലാം തന്നെ അവർക്ക് വേണ്ട നിരീക്ഷണം കൊടുക്കാനും അവരെ കൃത്യമായി വിവരം അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു അഭിഭാഷകൻ, ആ അഭിഭാഷകനെ ഞാൻ കഴിഞ്ഞ ദിവസം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, അവരെ ഇങ്ങനെ ഒരു സെൻട്രൽ ഏജൻസി വിളിച്ച് നിങ്ങൾക്ക് ഈ ഹിറ്റ് ലിസ്റ്റിൽ ഇടമുണ്ട്, അല്ലെ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവർ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത്തരം യാത്രകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ എന്തായിരുന്നു നിങ്ങളുടെ ഷെഡ്യൂൾ, ആ ഷെഡ്യൂൾ മൊത്തം നിങ്ങൾ പൊളിച്ച് പുതിയൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്ന നിലയിൽ പറഞ്ഞതായിട്ട് കേൾക്കുന്നു. അപ്പം ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഹിന്ദു നേതാക്കളെ, ഹിന്ദു അഭിഭാഷകരെ, ഹിന്ദു ജഡ്ജിമാരെ, ഹിന്ദു പോലീസ് ഉദ്യോഗസ്ഥരെ, ഇവർക്കെതിരായിട്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മുമ്പ് കേന്ദ്ര ഏജൻസികൾ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ, ഇവരൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന് ഭയമാണ് എന്നുള്ള ഒരു നെറേറ്റീവ് മൊത്തത്തിൽ നമുക്ക് അറിയാം. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുന്ന് പോപ്പുലർ ഫ്രണ്ട് കൃത്യമായിട്ട് അവരെന്താണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതേ സമാനമായിട്ടുള്ളൊരു കൊലപാതകം ഇവരിവിടെ നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ കർണാടകയിലെ മംഗലാപുരത്ത് സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ബജ്രംഗ് ദളിൻ്റെ അവിടുത്തെ ബാജ്പേയി എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പ്രാദേശിക കാര്യകർത്താവാണ്. അദ്ദേഹത്തെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. അത് വളരെ ആസൂത്രിതമായിട്ട്, ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും അതുപോലെ കൊലപ്പെടുത്തി. നമ്മളത് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു കാര്യം, ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഇത്തരത്തിലും ഹിറ്റിംഗ് ടീമിൻ്റെ ഇടയിൽ സ്ത്രീകൾ ഒരിക്കലും പ്രവർത്തിക്കാറില്ല. ആ ഹിറ്റിംഗ് ടീമിൻ്റെ അകത്ത് സ്ത്രീകൾ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം അതിൻ്റെ അകത്ത് പർദ്ദയിട്ടിട്ടുള്ള സ്ത്രീകൾ ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മളവിടെ കാണാം. അപ്പം അത്തരത്തിലെ ആളുകളെ ട്രെയിൻ ചെയ്യിച്ച് ഇവർ വച്ചിരിക്കുകയാണ്. നമുക്കിത് കേന്ദ്ര ഏജൻസികൾക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും എന്താ പറയുക ഇല്ലാതാക്കാനൊന്നും ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. നമുക്ക് ആരെയും അങ്ങനെ പൂർണ്ണമായിട്ട് ന്യൂട്രലൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അവസാനിപ്പിക്കാനേ പറ്റുള്ളൂ. അതിന് ഇവിടുത്തെ കേന്ദ്ര ഏജൻസികളെല്ലാം കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരീക്ഷണത്തിന് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. NIA-ൻ്റെ ടോൾ ഫ്രീ നമ്പറുണ്ട്, NIA-ൻ്റെ മെയിൽ ID-കളുണ്ട്. ഇതിലേക്ക് നമുക്ക് സംശയം തോന്നുന്ന ആളുകളുടെ ഡാറ്റ നമുക്ക് അയച്ചു കൊടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവർക്ക് ഡാറ്റകൾ അയച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നടക്കുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറിയിട്ട് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റിംഗ് ടീമുകളെ മൊത്തമായിട്ട് ഈ രാജ്യത്ത് ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല. കാരണം ആ രീതിയിൽ അവർ വളർന്നു പോയിരുന്നു. ആ വളർന്നു പോയതിനെ ആ ഘട്ടത്തിൽ 2022-ലെങ്കിലും തടയിട്ടത് കൊണ്ടാണ് ഇന്ന് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകാതെ പോകുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, നേരത്തെ ഈ കർഷക സമരം നടന്നു. ആ സമയത്ത് ഇവരുടെ വളരെ നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷം നമ്മുടെ ഈ ബംഗാളിൽ ഇഷ്യൂ നടന്നു, പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഇഷ്യൂ നടന്നു. ഈ സമയത്തൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇടപെടൽ വളരെ നിർണായകമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഭാരതത്തെ ബാധിച്ച ഏറ്റവും വലിയ ഒരു എന്താ പറയുക ചൊറിയായിരുന്നു ഈ നക്സലിസം എന്ന് പറയുമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്യാൻസറായിരുന്നു നക്സലിസം എന്ന് പറയുന്നെങ്കിൽ, ആ നക്സലിസത്തെ നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി എന്ന് പറയാം. 2026 മാർച്ച് 30 മുമ്പ് നക്സലിസം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നക്സലിസം പോലെ തന്നെ നമ്മുടെ ഭാരതത്തെ ബാധിച്ചിട്ടുള്ള മറ്റൊരു ക്യാൻസറായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇസ്ലാമിക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഈ ഒരു അധിനിവേശം എന്ന് പറയുന്നത്. അത് ഘട്ടം ഘട്ടമായി നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നിരോധനത്തിന് ശേഷം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ബീഹാർ ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കുപരിയായിട്ട് പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പിടിച്ചു കൊടുക്കുന്നതിൽ അവിടുത്തെ പ്രാദേശികമായിട്ട് അവിടുത്തെ പോലീസ് വലിയ രീതിയിൽ മുൻകൈ എടുത്തിരുന്നു. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ഒരു PFI നേതാവിനെയോ ഒരു
PFIയുടെ പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്ത് NIAക്ക് കൈമാറാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവസാനത്തെ റൌഫിന്റെ അറസ്റ്റ് പോലും ഈ നേരിട്ട് NIA ചെയ്തതാണ്. റൌഫ് പുറത്തിറങ്ങി, റൌഫ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങി. റൌഫ് അല്ല, ആ സമയത്ത് അറസ്റ്റ് ചെയ്ത സമയത്താണെങ്കിൽ പോലും നേരിട്ട് NIA തന്നെയായിരുന്നു ആ ഒരു അറസ്റ്റ് നടത്തിയത്. അല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കാശ്മീർ ഈ ഭീകരവാദികൾക്കും ജിഹാദികൾക്കും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കും എത്രത്തോളം താവളം ഒരുക്കിയിരുന്നോ കാശ്മീരിൻ്റെ വടിത്തട്ടിൽ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് കേരളം അവരുടെ ഒരു ഇഷ്ടഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള പഹൽഗാം അറ്റാക്ക്. ആ പഹൽഗാം അറ്റാക്കിലെ തന്നെ സൂത്രധാരൻ ഈ പറയുന്ന മലപ്പുറം പാലക്കാടൊക്കെ വന്ന് ഇവിടെ ലാബിൽ പണിയെടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നു. അതിൽ മണിപ്പൂർ കലാപം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇവിടെ തലശ്ശേരിയിലെ ഒരു ബേക്കറിയിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് കണ്ടെത്താനില്ല. നമ്മുടെ ഇന്ത്യൻ സംവിധാനമൊക്കെ അട്ടർ ഫ്ലോപ്പാണെന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടില്ല. ഗുജറാത്ത് പോലീസോ കർണാടക പോലീസോ തമിഴ്നാടിൻ്റെ ATSO അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തർപ്രദേശിൻ്റെ ATS ഒക്കെ വന്നിട്ടാണ് പലപ്പോഴും പല പ്രധാനപ്പെട്ട തീവ്രവാദികളെയും പല കേസുകളിൽ പെട്ടവരെയും കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് സത്യം. ഇവിടുത്തെ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇവിടുത്തെ ATSന് ഇതൊന്നും പറ്റില്ല. ഇവിടുത്തെ ATSനൊക്കെ എനിക്ക് തോന്നുന്നത് അവരൊക്കെ PUBGയോ അല്ലെങ്കിൽ ലൂഡോയോ കളിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ ഇഷ്ടകേന്ദ്രമായിട്ട് ഇവിടെ മാറുന്നത്. ഇവിടെ നമ്മുടെ മഞ്ചേരിയിലെ സത്യസാരനെ കുറിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ ആലുവയിലെ ഗ്രീൻ വാലിയെ കുറിച്ച് പറഞ്ഞാലോ അവരെന്തായാലും കേസെടുക്കും. ഏത് 153A ഇട്ടിട്ട് കേസെടുക്കും. ഏത് മത കലാവാഹനത്തിന് നമ്മൾ ഒരു സാധ്യത ഒരുക്കി എന്ന് പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. ഇവരെക്കുറിച്ച് പറഞ്ഞാലോ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളെ നമ്മൾ ഏത് തരത്തിലാണോ എതിർക്കുന്നത് ആ എതിർക്കുന്ന പോലെ സർക്കാർ കൂടെ എതിർക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ഈ പറയുന്ന ജമ്മു കാശ്മീരിനെ ജിഹാദി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ കേരളത്തിനെ മാറ്റാൻ വേണ്ടി പിണറായി വിജയന് കഴിയും. പക്ഷെ അതിന് ഒരു പ്രശ്നമുണ്ട്. ആ വാഴപ്പിണ്ടി മാറ്റിയിട്ട് അവിടെ മറ്റേ സാധനം വെക്കണം, ഒറിജിനൽ നട്ടല്. അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ രാജ്യത്ത് PFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം അത് വലിയ രീതിയിൽ പല സംസ്ഥാനങ്ങളിലും പൂർണ്ണമായിട്ടും അതിൻ്റെ അടിവേർ അറുത്ത് കളയാൻ സാധിച്ചെങ്കിലും കേരളത്തിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ള തർക്കമില്ല. അവരുടെ കില്ലർ ടീം അത് കൃത്യമായിട്ട് ഇവിടെയുള്ള പ്രത്യേകിച്ച് ഹിന്ദു സംഘടനാ കാര്യകർത്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഒന്നും തന്നെ ഇവിടെ എടുത്തു പോകുന്നില്ല എന്നുള്ളത് കൂടി നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്.